ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ കയ്യിൽ വെച്ചിരിക്കണല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും നമുക്കവിടെ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ക്രിസ്മസിൻ്റെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തൊരു അടിപൊളി ഒരു വീട് കണ്ട്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പോകുന്ന വഴിയിലും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ സാധനമൊക്കെ. അപ്പോൾ നമ്മൾ ഫൈനലി വാലി വില്ലേജിലെത്തി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും സാധനങ്ങൾ. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാത്ത ഐറ്റംസൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കുറേ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ശരിക്കും യൂസ് ചെയ്യാറില്ല. അപ്പം 1 ഇയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെറുതെ കൈ വെച്ചേക്കണ്ടല്ലോ, ഒന്നത് സ്പേസും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്കിതുപോലെ ഡൊണേറ്റ് ചെയ്യാം അവിടെ കൊണ്ടുവന്ന്. അപ്പം ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് കുറേ ഐറ്റം, അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു ചെറിയ ബാഗിലാക്കി നമുക്ക് ഈ ബോക്സിൽ ഇതുപോലെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കൂപ്പണും കൂടെ അവർ തരും. ഇതൊരു 20% ഓഫിൻ്റെ ഒരു കൂപ്പണാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ കൂപ്പൺ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബുക്കിൻ്റെ സെക്ഷനിലേക്ക് കയറി. അപ്പം ഇവിടെ കുറേ ടൈപ്പ് ബുക്കുണ്ട്. കുറച്ച് വിലയ്ക്ക് നമുക്ക് ആൾക്കാർ യൂസ് ചെയ്തതാണ്, പക്ഷേങ്കിൽ നല്ല ഒട്ടും മോശമല്ലാത്ത നല്ല ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ ആ ബുക്ക് സെക്ഷനിലൊക്കെ നോക്കി ഇതുപോലെ കുറച്ച് ബുക്ക് കണ്ടു. പക്ഷേ ഞാൻ ഓൾറെഡി കുറേ ബുക്ക് വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പകുതിയൊക്കെ വായിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നും എടുത്തില്ല. ചേട്ടന് വേണ്ടി ഒരു ബുക്ക് മാത്രം എടുത്തു. പിന്നെ നമുക്കിവിടെ കുറേ വീട്ടിലേക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ വെക്കാൻ വേണ്ടി ഒരു പോട്ട് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറേ നോക്കിയെങ്കിലും വലുതായിട്ട് ഇഷ്ടപ്പെടുന്നൊന്നും കാണാത്ത കാരണം ഞാൻ എടുത്തില്ല. പിന്നെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, പക്ഷേങ്കിൽ അത് ഭയങ്കര വലുതായത് കാരണം ഞാനത് എടുത്തില്ല. അങ്ങനെ അതുപോലെ വീട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്നോ ഗ്ലോബ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ എടുത്തില്ല. എല്ലാം ഇങ്ങനെ എടുത്ത് ഇഷ്ടപ്പെട്ടു തിരിച്ചു വെച്ചു. എടുക്കണമെന്നുണ്ട്, പക്ഷെ അധികം സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കൊണ്ടുപോയിക്കുള്ള സ്ഥലമില്ലാത്തപ്പം എടുക്കണ്ടല്ലോ. പിന്നെ ഇതുപോലെ കിഡ്സിൻ്റെ സെക്ഷനുണ്ട്. ഇതുപോലെ കുറേ ടോയ്സൊക്കെ ഉണ്ട്. എനിക്കതിൽ ഈ ടോയ്സൊക്കെ ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നമ്മുടെ അവഞ്ചേഴ്സിലെ ഓരോ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അതെടുത്തില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് നമ്മൾ തിരിച്ച്. ഈ ഒരു പാപ്പ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഓൾറെഡി ഞാൻ ഈ വർഷം ഒരു പാപ്പയെ വാങ്ങി വെച്ചിട്ടുണ്ട്, അപ്പം എക്സ്ട്രാ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് ഈ കർട്ടൻസിൻ്റെ സെക്ഷനിൽ, അപ്പോൾ എനിക്കൊരു കർട്ടൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ലൈറ്റ് പിങ്ക് കളറുള്ള എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിൽ ഇതിൽ ഒരെണ്ണമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് കാരണം അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉള്ളതെല്ലാം ഒരു സുഖമില്ലായിരുന്നു. അത് കാരണം ബാക്കിയൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ ചെരുപ്പിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ബൂട്ട്സ്, ഹീൽസ്, അതുപോലെ തന്നെ സാധാരണ ഷൂസ്, സ്നീക്കേഴ്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റവും ഉണ്ട്. ബൂട്ടൊക്കെ ഞാനിങ്ങനെ നോക്കി. ബ്രാൻഡഡ് ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയത് കാരണം തന്നെ അത്രയും നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഓക്കെ. അപ്പം അങ്ങനെ നോക്കി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വെഡ്ഡിങ് ഡ്രസ്സ് കണ്ടു കേട്ടോ. ഭയങ്കര ഹെവി ആയിരുന്നു ആ വെഡ്ഡിങ് ഡ്രസ്സ്. പക്ഷേങ്കിൽ നല്ല രസമുണ്ട് അത് കാണാനൊക്കെ ഉണ്ട്. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കൈ പിടിച്ച് വയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല. ഭയങ്കര ലെങ്തി ആൻഡ് ഹെവി ആയിരുന്നു. ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ പക്ഷേങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ പോലെ ആയിട്ടുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഡ്രസ്സസിൻ്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇതുപോലെ ഓരോ വെഡ്ഡിങ്ങിനും അതുപോലത്തെ പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ കുറേ സെറ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതുപോലെ തന്നെ കുറേ ബാഗ്സിനും അങ്ങനെ നമ്മുടെ ഇന്ത്യൻ വെയർസൊക്കെ ഇവിടെ കിട്ടും. അപ്പം അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ട്. അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഓടിച്ച് ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ ശരിക്കും ആ ബുക്ക് മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ബില്ല് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകാം. അപ്പോൾ നമുക്ക് വന്ന സമയത്ത് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ 20%. അത് ശരിക്കും നമ്മളിനിയും ഇവിടെ ഇപ്പോഴേയും വരില്ല എന്ന് ഓർത്ത് നമ്മളത് യൂസ് ചെയ്തു. 20% നമുക്ക് $1 ഒരു ഓഫ് മാത്രമേ അതിൻ്റെ നിന്ന് കിട്ടിയുള്ളൂ. കാരണം ഇത് $7 ഒരു ബുക്കായിരുന്നു. അപ്പോൾ അത് കാരണം അത്രയാണ് അതിന് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. കാരണം 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ ഷോപ്പും അടയ്ക്കും. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ ഞങ്ങളൊരു മൂവി കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച എന്തുകൊണ്ടാണ് ബുക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ചൊവ്വാഴ്ച ഇവിടെ ശരിക്കും ഓഫറുണ്ട്. നമ്മൾ മൂവിയൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ മൂവി കാണണമെന്ന് വിചാരിച്ചു. ഇപ്പം വിചാരിച്ചു ഇന്ന് ചൊവ്വാഴ്ചയാണ്, അപ്പോൾ എന്നാൽ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, സൂക്ഷ്മദർശിനി. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല റിവ്യൂ ഒക്കെ കണ്ടു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്.
അപ്പഴത്തേക്കും ഞങ്ങൾ മൂവി കണ്ടിട്ട് ഇറങ്ങി. എനിക്ക് മൂവി ഭയങ്കര Yeah. ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു മൂവി ഫുൾ കംപ്ലീറ്റ്ലി ഒരു എന്താ Thank you. പറയുക, ഒരു സസ്പെൻസ് ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് വരെ ആ സസ്പെൻസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഏകദേശം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ബർഗർ മാത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. കാറൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾ വഴിയിലാണ് ഇപ്പോൾ പാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് മാസം കൂടെ ഉള്ളൂ പാർക്കിങ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്പോട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ദേ ബർഗറൊക്കെ വാങ്ങി ഇനി വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. സോ ഫൈനലി വി റീച്ച്ഡ് ഹോം. നൗ ഇറ്റ്സ് 1:45 AM. So I'm gonna go eat the burger and then I'm gonna watch something. Maybe a movie, Christmas movie. ഈ വൈബിന് ക്രിസ്മസ് ട്രീ വൈബിന് പറ്റിയൊരു മൂവിയൊക്കെ കണ്ടിട്ട് I'm gonna sleep. Then so we'll see in the next video. Bye bye. It was really cold outside.